അത് മരിക്കുന്ന അന്ന ദിവസം അവന് എന്നെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് കിറ്റിക്ക് കൊണ്ട് 2 കൊണ്ടു കൊടുത്തിട്ട് ഒന്നും മറിച്ചത് വിളിയാക്കാൻ പറഞ്ഞപ്പോൾ ആക്കി അത്ര മാത്രം. പിറ്റേ ദിവസം രാവിലെ ചത്തു കിടക്കുന്നു. അതുകൊണ്ട് ഇനി പട്ടി നിങ്ങൾ വളർത്തുന്നില്ല. ഞാൻ വളർത്തിയ സാധനം മുഴുവൻ അങ്ങനെ എത്താം. ഒന്നുമില്ലടാ. നമസ്കാരം പറയടാ. ആ അതാ ഈ താക്കോൽ താക്കോൽ കൊണ്ടാ ഇങ്ങോട്ടാ. എന്നാ പിന്നെ വടിയെടുക്ക്. വടിയെടുത്തേ. ഇങ്ങോട്ട് തിരിച്ച് ചെരുപ്പെടുത്തോണ്ട് വാ. കൊണ്ടുവാ. ലൈറ്റ് എടുത്തിട്ട് വാ. ലൈറ്റ് പോകാനായിട്ടില്ല. പാത്രം എടുക്ക്. കൊണ്ടുവാ. തന്നെ ആടാ. ഞാൻ കളിച്ച് ഒന്നും കൂടി കളിക്ക്. ജിമ്മി വിളിയൊക്കെ എടുത്തിട്ട് തേങ്ങ ഉണ്ടോ കേട്ടോ. കൊണ്ടുവാ. വേമ്പോ പോവാ. പാല് മേടിച്ചോടാ. വലിയ സ്പീഡിൽ ചാടണം കേട്ടോ. റെഡി വാ. വാ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള പ്രദേശത്താണ്. കൃത്യം 1 വർഷം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അതായത് 1 വർഷം മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ജിമ്മി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഒരു 4-5 ദിവസം മുന്നേ ഞാൻ ഈ വീഡിയോ ഒന്ന് റീപോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് കമൻറ്റ് ഇട്ട് ചോദിച്ചിരുന്നു, ഇത് പണ്ട് നേരത്തെ എടുത്തിട്ട എപ്പിസോഡല്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് അതിന് മറുപടിയായിട്ട് കൊടുക്കുകയും ചെയ്തു. പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് കാണുവാണെങ്കിൽ കണ്ടോട്ടെ. കാരണം 1 വർഷം മുന്നേ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു 10,000 താഴെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി 30,000 സംതിങ് സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്ക് ഈ ഒരു വർഷത്തിനിടയ്ക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് അധികം വ്യൂസും ഇല്ലായിരുന്നു. പക്ഷേ നല്ലൊരു വീഡിയോ ആയിരുന്നു. ജിമ്മി എന്ന് പറയുന്ന ആ ഒരു വളർത്തുനായയുടെ വീഡിയോയും അതുപോലെ തന്നെ ആ വളർത്തുനായയും അതിൻ്റെ യജമാനായിട്ടുള്ള കുമാരേട്ടനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിൻ്റെ കഥയും അവരുടെ ആ ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഡോഗ് കാണിച്ച കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഏതായാലും നമ്മൾ 1 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജിമ്മിയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത്. നമ്മൾ കുമാരേട്ടനെ വിളിച്ചിട്ടില്ല. കുമാരേട്ടനെ സർപ്രൈസായിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് കോൾ ചെയ്ത് വെച്ചിട്ട് വീട്ടിലുണ്ടോ എന്ന് മാത്രം ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കുക. ഏതായാലും സർപ്രൈസായിട്ട് നമ്മൾ കുമാരേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ജിമ്മീനെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു പ്രദേശം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു പ്രദേശത്തോടെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രദേശം തന്നെ. പക്ഷെ അന്ന് ഇവിടെ ടാറിങ് അല്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും ജിമ്മിയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന അവിടെ പുള്ളി കുര തുടങ്ങും. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഏതായാലും നമ്മൾ അങ്ങോട്ട് കടന്നു പോവുകയാണ് കേട്ടോ. ഈ വീട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മളത് റീപോസ്റ്റ് ചെയ്തപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഈ വീടിൻ്റെ അന്ന് നമ്മൾ ജിമ്മിനെ കണ്ടു. ജിമ്മി അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വന്ന് ഞാൻ പാഞ്ഞ് വരുന്നതിനേക്കാൾ കൂടുതലാക്കിയോ അറിയത്തില്ല. ഞാൻ അണ്ണെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ജിമ്മി കുമാരേട്ടാ
കുമാരണ്ണ എവിടെ പോയി ജിമ്മി? ജിമ്മി എന്തി? ജിമ്മി മരിച്ചു എന്ന്? അതിപ്പോ ഒരു 2 മാസം കഴിഞ്ഞു. ആണോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്കിൽ സർപ്രൈസായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു. ആ ഒരു മിനിറ്റ് ചേട്ടാ, ജിമ്മിക്ക് ശരിക്കും എന്താ പറ്റിയേ? ജിമ്മിക്ക് ഒരു വയറ്റുവേദന, ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ അന്നേരം ഛർദിക്കും, പിന്നെ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാണ്ട് പോവും, പിന്നെ എന്നാ മരിച്ചു പോയ? ഒരു 2 മാസത്തോളം വയറ്റുവേദനയായിട്ട് മെലിഞ്ഞ് ഒന്നും ഇല്ലാണ്ടായിട്ട് അങ്ങനെ മരിച്ചു പോയത്. കണ്ണൂരൊക്കെ പോയിട്ട് മരുന്ന് മേടിച്ചു, ഹോമിയോ മരുന്ന് കൊടുത്തു, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരുന്ന് എല്ലാം കൊണ്ടുപോയി കൊടുത്തു. ഒന്നുമില്ല. എത്ര ദിവസമായി മരിച്ചിട്ട്? 2 മാസമായി. 2 മാസമായി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ചേട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണെങ്കിലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ പോരുക ചെയ്തേ. സർപ്രൈസായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വളരെ സങ്കടമുണ്ട് കേട്ടോ, വളരെ സങ്കടമുണ്ട്. ഞാൻ വളരെ സന്തോഷത്തിൽ ഈ വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജിമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളന്ന് ആ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് അവൻ്റെ ആ ഒരു നമസ്കാരം പറയടാ കമാൻഡ്സുകൾ അനുസരിക്കാനുള്ള ആ ഒരു കഴിവ്. നമ്മളന്ന് വീട്ടിൽ വന്ന് കയറിയ പാടെ ജിമ്മിനെ ജിമ്മിന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു സാധനമുണ്ട്. ഊന്ന് പറഞ്ഞ് ഓരിയിട്ട് വിളി കേൾക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പോകാന്ന് പറഞ്ഞ് ജിമ്മി ജിമ്മി അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനായിട്ട് കുമാരേട്ടൻ്റെ വടിയെടുത്ത് കൊടുക്കുന്ന ഒരു കാഴ്ച. അതേപോലെ തന്നെ ചെരുപ്പുകൾ എടുത്തു കൊടുക്കുന്നു, പിന്നെ മൊബൈൽ എടുത്തു കൊടുക്കുന്നു, പാല് മേടിക്കാനൊക്കെ ആയിട്ട് മൊന്തയൊക്കെ കടിച്ച് പിടിച്ചെടുത്ത് പോകുന്നൊരു വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മളന്ന് കണ്ടതാണ്. വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഭയങ്കര ബ്രില്യൻ്റായിട്ടൊരു ഡോഗാണ് കേട്ടോ. പിന്നെ ആ കുമാരേട്ടൻ തന്നെ ഒരു റിങ് പോലെയൊക്കെ ആക്കി പിടിച്ച് ആ റിങ്ങിൻ്റെ അകത്തോടെയൊക്കെ ചാടുന്നൊരു കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു അന്നത്തെ ആ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. 2-3 ദിവസം മുന്നേ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തൊരു ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അത് നമ്മൾ ചില എപ്പിസോഡുകൾ ചെയ്ത് കഴിയുമ്പോൾ എവർഗ്രീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും നമുക്കതിരുന്ന് ഏത് മൂഡിൽ വേണമെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുന്ന ചുരുക്കം ചില എപ്പിസോഡുകൾ ഒരെണ്ണമായിരുന്നു ജിമ്മിയുടെ വീഡിയോ എന്ന് പറയുന്നത്. അത് ഭയങ്കര മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ജിമ്മിയുടെ ആ പോക്കും അതിൻ്റെ അനുസരണയും പരിപാടിയും ഒത്തിരി കാര്യങ്ങൾ. തേങ്ങ പൊതിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ തേങ്ങ കടിച്ച് തേങ്ങ പൊതിച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻസ് കളിക്കും. ആ ഡാൻസ് കളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ജിമ്മി ഡാൻസ് കളിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഒത്തിരി കമാൻഡുകൾ അനുസരിക്കുന്ന ഒരു ഡോഗായിരുന്നു. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞാനൊരു 4-5 മാസം മുന്നേ വിളിച്ചപ്പോഴൊന്നും അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടില്ലല്ലോ. ഇല്ല, അന്നേരം കുഴപ്പമില്ലായിരുന്നു. വേറൊരു യൂട്യൂബുകാരൻ വന്നിട്ട് പറയുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ഇതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടാന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അതെടുത്തില്ല. 2-3 പാർട്ടിയെല്ലാം വന്ന് പറഞ്ഞതാ. അതാണ് ഇനിയൊന്നും വിളിക്കാൻ. പിന്നെ വേറെ പരിപാടിയൊക്കെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ഒറ്റക്കല്ല പഠിപ്പിച്ചേ. വേറെ നമ്മളെ കൊച്ചുമാനെയും കൂട്ടിയിട്ട് വേറൊരു പരിപാടി ചെയ്യാൻ വേണ്ടി പ്ലാനിട്ടു. അപ്പോഴത്തേക്കും സുഖമില്ലാണ്ടായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു വടീൻ്റെ മുകളിൽ കൂടി ചാടുന്നതല്ലേ കാണുന്നത്. അതിങ്ങനെ നിരത്തി വടി വെച്ചിട്ട് അതിന് മുകളിൽ ചാടി പോകുന്ന കയറ് എന്തെങ്കിലും വെച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി പ്ലാനിട്ടാ. കൊടി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടേ അതോടുകൂടി ചാടുമായിരുന്നു. എന്ത് ഞാൻ പറഞ്ഞാലും ചെയ്യുന്ന പട്ടിയല്ലേ. സത്യം പറഞ്ഞാൽ അത് സങ്കടമായി പോയിട്ട്. അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരോഗ്യമില്ലാണ്ട് ഞാൻ പിന്നെ എങ്ങനെയാണ് കളിപ്പിക്കുക. അതെ അതുകൊണ്ടാണ് പറ്റിയത്. ഇവിടുന്ന് തന്നെയാണോ മരിച്ചത്? അതെ. അല്ലല്ല, മുകളിലെ വീട്ടിൽ. ആളുടെ വീട് ഇവിടെ ഒത്തിരി ദൂരാ? ഇവിടെ പേരാവൂരല്ല, മേൽമരുങ്ങോടി. അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നല്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി. അതെന്താ അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം? കൊണ്ടുപോയി ഇവിടെ ഒറ്റ കിടക്കൂല, കരച്ചിലേ ഞാൻ കാണാഞ്ഞാൽ. അത് ഒന്നിച്ച് കിടന്നതല്ലേ പട്ടി. അത് ഇരട്ടിയിലുള്ള സമയത്ത് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇതൊരു ഈ പഴയ കക്കൂസ് കുഴിയില്ലേ, അതിൻ്റെ സ്ലാവൊക്കെ പൊക്കിയിട്ട്
ഒരു വലിയ കുഴിയായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ലാബ് അവിടെ കിടപ്പുണ്ട്, കിട്ടിയത്. ആ അപ്പോൾ അവിടെ നിന്ന് അത് തന്നെ കിട്ടി. അപ്പോൾ എനിക്കൊരു ഷെഡല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഷെഡിൽ പിന്നെ അതാ ആ മുളയിൻ്റെ അതിൻ്റെ മുകളിലാണ് ഞാൻ കിടക്കുക, എൻ്റെ കട്ടിൽ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലവനുണ്ടാവും. അങ്ങനെ എൻ്റെ കൂടെ കിടന്ന പട്ടിയല്ലേ, എന്നെ കാണാണ്ട് കിടക്കുമോ? ചേട്ടൻ അപ്പോൾ വേറെ സ്ഥലത്തായിരുന്നു ആ സമയത്ത്? അല്ല, ഞാൻ അതെ ഇരട്ടിയിൽ കൃഷിയായിരുന്നു. അവിടെ തന്നെ കാവലാ, പന്നിയായോണ്ട്. അവനിവിടെ ഇവനെ അവിടെ നിന്ന് കിട്ടിയല്ലേ. അങ്ങനെ ഞാൻ വളർത്തിയല്ലേ ചെറിയ കുഞ്ഞായപ്പോൾ. അല്ല, മകളുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുപോയിരുന്നത്? അത് പിന്നെ ഇത് കരച്ചലല്ലേ. ആളില്ലാതെ നിൽക്കൂല. ചേട്ടനപ്പോൾ ഇവിടെ താമസമില്ലായിരുന്നു? ഞാൻ കുറച്ച് നാൾ എനിക്ക് ഇപ്പോൾ കുറച്ച് സുഖമില്ലാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇങ്ങോട്ട് വന്നു. ചേട്ടന് സുഖമില്ലാത്ത സമയത്തല്ലേ, ഒറ്റയ്ക്കായിപ്പോയിൻ്റെ അല്ലേ? ഭയങ്കര സംഭവം. അത് മരിക്കുന്ന അന്ന ദിവസം അവന് എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്പറേറ്റൊക്കെ കാണിച്ചിട്ട് പെണ്ണ് വിളിച്ച് വരുത്തി. 2 കിട്ടിക്ക് കൊണ്ട് 2 എണ്ണം കൊണ്ടു കൊടുത്തിട്ട് ഒന്നും മറിച്ചത് വിളിയാക്കാൻ പറഞ്ഞപ്പോൾ ആക്കി അത്ര മാത്രം. പിറ്റേ ദിവസം രാവിലെ ചത്തു കിടക്കുന്നു. അതുകൊണ്ട് ഇനി പട്ടിയൊന്നും വളർത്തുന്നില്ല. ഞാൻ വളർത്തിയ സാധനം മുഴുവൻ അങ്ങനെ. തത്തയാണെങ്കിൽ പണ്ടൊരു തത്തയുണ്ടായിരുന്നു, അത് ഒക്കെ ഇങ്ങനെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. മൃഗങ്ങളുമായിട്ട് എനിക്ക് അതുങ്ങളുടെ ഭാഷയോ എന്തല്ലോ അങ്ങനെ. ചേട്ടനോട് ഭയങ്കര കാര്യമായിരുന്നല്ലേ ഇതിനെ, ജിമ്മിക്ക് ചേട്ടനോട് ഭയങ്കര കാര്യമായിരുന്നല്ലേ? അത് പറയണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസം മുന്നേ ചേട്ടൻ അറിഞ്ഞാണിയല്ലേ, 4 ദിവസം മുന്നേ ഞാൻ ഈ വീഡിയോ ഒന്നോടെ ഇട്ടു. എന്നിട്ട് സാധനമില്ലേ, അത് 3-4 പാമ്പുണ്ടായിരുന്നു അവിടെ ആ ഷെഡിൽ. അതിനൊക്കെ കാണിച്ചു തരും. ഒന്നും പറ്റാതെ അല്ലേ? ഒന്നും പറ്റാതെ കാണിച്ചു തരും. 4 എണ്ണത്തിന് കിട്ടീന്. അതിൽ ഒരു മൂർക്കം വന്നിട്ട് എൻ്റെ കാലിൻ്റെ വീട്ടിലെ കൂടി മുമ്പിലെ കൂടി അങ്ങ് പോയി. അത് ഞാനും കണ്ടിട്ടില്ല, അവനും കണ്ടിട്ടില്ല. അത് ചെറിയ കുട്ടിയാണ്, അതൊന്നുമില്ല. ഒരു മഴ നീളമുണ്ടോ, അല്ല ഒരു കൈയിൻ്റെ നീളം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 4-5 ദിവസം മുന്നേ ആ വീഡിയോ ഒന്നോടെ ഇട്ടു. ഒന്നോടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ 1 വർഷം മുന്നേ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലേ പട്ടീൻ്റെ കാര്യം എല്ലാവരും ചോദിക്കും. അതെ എന്നെ അത്രയും സ്നേഹമല്ലായിരുന്നു അത് നമുക്കാണേലേ. അതിന് പേപ്പട്ടി അടിച്ചായിരുന്നു. പേപ്പട്ടി ഞാനങ്ങോട്ട് ചങ്ങലയിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ, വിടൂല ജന്മം ചെയ്താൽ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ പേപ്പട്ടി റോട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ കിട്ടും. പട്ടി നേരെ ഓടി വന്നിട്ട് എൻ്റെ പട്ടീനെ കടിച്ചു. പട്ടീനെ കടിച്ചിട്ട് പിന്നെ ഞാൻ പ്രതിരോധം എപ്പം കൊടുക്കും. അപ്പോൾ ഈ തലക്കെട്ടല്ലേ കടി കിട്ടിയേ. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന് കമ്പ്യൂട്ടർ അയാൾ പറഞ്ഞു, ഞാൻ വേണേൽ വെച്ച് തരാം, പക്ഷേങ്കിൽ നമുക്ക് കോഴ്സ് പൂർത്തിയാവില്ല, അതിന് മുമ്പിൽ മരിച്ചു പോകും. ഞാൻ പറഞ്ഞു എന്തായാലും പരീക്ഷിക്കേണ്ട, നമുക്കൊന്ന് നിങ്ങൾ വെക്കുമെങ്കിൽ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. മരുന്ന് തന്നിട്ട് അയാൾ 4 സൂചി വെച്ചു, 3 എണ്ണം ഞാനും വെച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. ശരിയായില്ലേ, പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ പ്രതിരോധം ആദ്യം മുതലേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതായതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് അയാൾ പറഞ്ഞു. അല്ലെങ്കിൽ കിട്ടൂല എന്നല്ല പറഞ്ഞേ. അത് കിട്ടൂല എന്നാ പറഞ്ഞു. എന്നിട്ടും കുറേ കാലം ഇങ്ങനെ നിന്ന് ജീവിച്ചു. ശരിക്കും എത്ര വയസ്സുണ്ടായിരുന്നു? 5 വയസ്സായിട്ടേ ഉള്ളൂ. 5 വയസ്സല്ലേ? ഈ 5 വർഷവും ചേട്ടൻ്റെ കൂടെയായിരുന്നു? പിന്നില്ലേ, അത് ആഴ്ചക്ക് ഞാൻ പോകണം. പോയിട്ടില്ലെങ്കിൽ ഇതുണ്ടില്ല, ദുഃഖിച്ച് കിടക്കുന്ന കണ്ടിട്ടില്ലേ. അതെ അങ്ങനെ കിടക്കും. പിന്നെ എന്തെങ്കിലും പിന്നെ സിഗിലിൽ കാണിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പട്ടി ഇങ്ങനെ ഇതിലെ കൂടി കയറി വന്നു. അന്നേരം ഇതോടെ റോഡായിട്ടില്ല, ഈ അങ്ങോട്ട് നട കയറി വരുമ്പോൾ അവിടെ വീണുപോയി. അപ്പോൾ വീണ് പോയപ്പോൾ ഞാൻ അതിനെ പിടിച്ച് കയറ്റി. ഭക്ഷണം ഇല്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനെ പിടിച്ച് കയറ്റി ഞാൻ ഭക്ഷണം കൊടുത്തു. നോക്കുമ്പോൾ പിന്നെ അത് പോയിട്ടില്ല. പിന്നെ ഒരു പട്ടി എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് വളർത്തിയ പട്ടിയാണ്, കുക്കൂന്ന് അതിൻ്റെ പേര്. 18 വർഷം വയസ്സ് വരെ ജീവിച്ചത്.
അതും ഈ പറഞ്ഞ പോലെ കൈ മുറിഞ്ഞിട്ടു. കൈ മുറിഞ്ഞ് അവൻ പറഞ്ഞ് തണ്ടിയാണ്. അപ്പോൾ കൈ മുറിഞ്ഞിട്ട് ഇതിലെ കൂടി വന്നു. അപ്പം ഞാൻ പാടാന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം വെച്ച് കെട്ടി ശരിയാക്കി കൊടുത്തു. പിന്നെ അവന് ജമ്മം ചെയ്തിട്ട് പോകില്ല വേണം ഇവിടെ തന്നെ, തണ്ടലും ഇല്ല ഒന്നുമില്ല. അങ്ങനെ പിന്നെ ആദ്യം ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു വെള്ളപ്പട്ടി ഇതുപോലെ. അവനും ഭയങ്കര നാള്. ഞാനാണേലും ഇടയ്ക്ക് ആ വീഡിയോ ആയിരുന്നു ഇങ്ങനെ കാണുകയും, അപ്പോൾ പിന്നെ ഒത്തിരി പേര് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവരെല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പഴയത് കളഞ്ഞിട്ട് ഞാൻ പുതിയത് ഒന്നോടെ ഇട്ടു. ആ വീഡിയോ തന്നെ ഒന്നോടെ ഇട്ടു. ഒന്നോടെ ഇട്ടപ്പോൾ അന്ന് കണ്ടതിനെക്കാട്ടി ഇരട്ടി ആളുകൾ കണ്ടു. അപ്പോൾ ആളുകൾ കണ്ടുവച്ചിട്ട് ഒത്തിരി ആളുകൾ അതിൻ്റെ അകത്ത് കമന്റ് ഇട്ടേക്കുന്നു. ഇതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ. മംഗലാപുരമൊക്കെ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു പഠിക്കാൻ പോന്നെ, അവള് കൊണ്ട് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടു. പട്ടിക്കാണേലും ഭയങ്കര ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പട്ടി എവിടെയാ, പട്ടിയുണ്ടോ, എന്താ എങ്ങനെയുണ്ട് ചോദിക്കാതെ മക്കളെ പറ്റിയല്ലേ ചോദിക്കും, പട്ടിയെ പറ്റിയാണ്. അന്നാണേലും അവനാ കാണിക്കുന്ന കളികളും ഒക്കെ ഇവിടെ നമ്മൾ മാത്രമൊന്നുമല്ല. ഇരുട്ടിയിൽ ഉള്ള സമയത്ത് ഇവന് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ മരിക്കേണ്ട രീതി വന്നിന്. ഞാൻ ഈ തുരിശ് പൊടിച്ചോണ്ടിരിക്കുക, അന്ന് കുഞ്ഞാ, അത് നക്കി. നക്കിയപ്പോൾ കിടന്ന് ഉരുളാൻ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസം പിന്നെ ഡോക്ടർമാരില്ല. അപ്പോൾ ഞാൻ അന്നേരം തന്നെ അവിടെ നാരായണ മാഷടുത്ത് പോയിട്ട് ഈ മോര് മേടിച്ചിട്ട് കുടിപ്പിച്ചു. അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു, ആ ടീച്ചറും ഞാനും കൂടി മോര് കുടിപ്പിച്ചു. ഒരു ലെവലായി. എന്നിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു ഹോമിയോ ഡോക്ടറെ വിളിച്ചു. അന്നേരം പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. ഒത്തിരി അപകടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടോ എത്ര പ്രാവശ്യം. അതൊക്കെ അവസാനം എങ്ങനെയായി പോയില്ലേ? അവസാനം നമുക്ക് കൈവിട്ടുപോയി. അത് ശരിക്കും എന്താണ് വയറ്റിൽ എന്തായിരുന്നു പ്രശ്നം എന്നല്ല പറയാം. അതിപ്പം അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടെ, വണ്ടി ഇതിൻ്റെ കാര്യം ചുറ്റും മതിൽ വേണം പട്ടീനെ വളർത്തണം. വേണം. പിന്നെ അതിൻ്റെ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒരു കക്കൂസ് വേണം പട്ടിക്കായിട്ട്. പട്ടി കൂടുണ്ടായി കഴിഞ്ഞാൽ മണം വരും. ശരിക്കും ഒരു കൂടുണ്ടാക്കിയിട്ട് അതിന് മുൻപേസ് ജനൽ പോലെയൊക്കെ ഉണ്ടായിക്കോട്ടെ ആളെ കാണേണ്ട ഭാഗത്ത്. അത് എന്നിട്ട് അതിന് മുകളിൽ സിമെൻറ്റിൻ്റെ മുളന്ന് ഒരടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കണം, മരത്തിൻ്റെ തട്ട്. അപ്പോൾ അതിന് മുകളിൽ കയറി കിടക്കണം. പിന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാനും കക്കൂസ് പോകാനും അവിടെ തന്നെ ക്ലോസറ്റ് വേണ്ട, ഒരു യു പോലെ ഒരു സാധനം വെച്ചാൽ മതി. അപ്പോൾ ഇത് വെള്ളം കടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകും. അങ്ങനെയൊക്കെ ചെയ്യണം. അതാണ് പട്ടീൻ്റെ ഇത്. ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വീടിൻ്റെ ഉള്ളിലല്ലേ? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിയിട്ടല്ലേ, അങ്ങനെ കൊണ്ട് വിടലല്ലേ അവന്. അതെ. നമ്മളന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെയാണ് അവൻ ആ സർക്കസ് മൊത്തം കളിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ അഭ്യാസം. ജിമ്മിനെ തപ്പി വന്നതാ ഒന്നും കൂടി എടുക്കാൻ വേണ്ടിട്ട്. അറിഞ്ഞില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഇപ്പം വേണം കാണിച്ചു തരാം. എന്ത്? ഇവൻ്റെ പട്ടീൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കാണിച്ചു തരാം. ഇപ്പം സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോയില്ലേ? ഒറ്റക്കായി പോയി. ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ്റെ ഭാര്യക്ക് ഒരു അപൂർവ രോഗമായിരുന്നു. ഒരു ഡോക്ടർമാർക്ക് മനസ്സിലാകാത്ത. ലാസ്റ്റ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 പ്രൊഫസർമാർ നോക്കിയിട്ടും എല്ലാ ടെസ്റ്റും നടത്തിയിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. ലാസ്റ്റ് പഠിക്കുന്ന കുട്ടികളില്ലേ, മറ്റേ MBBS കഴിഞ്ഞിട്ട് പിന്നെ ഈ MD പഠിക്കുന്നില്ലേ, അത് സർജന്മാർ അങ്ങനെ കൊണ്ട് പറയാം. അവർ ഈ പിള്ളേർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അമ്മേനെ ബ്ലഡ് എടുത്തിട്ട് അപ്പോളോയിലയക്കട്ടെ ചെന്നൈയിൽ. ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമൊന്നുമില്ല, അയച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അപ്പോളോയിൽ അയച്ചിട്ട് പിള്ളേർ ആ രോഗം കണ്ടുപിടിച്ചു. എന്തായിരുന്നു? പിന്നെ എപ്ലാസ്റ്റിക് അലിമിയ. ലോകത്തിൽ ഇവർ ഇപ്പം പറഞ്ഞ ഒരു ജില്ലയിൽ 1-2 ആൾക്കാരുണ്ടാവും. അപൂർവ രോഗം. അത് സാധാരണ അങ്ങനത്തെ 2-3 രോഗമുണ്ട്. ക്യാൻസറിന് വരും, ITP എന്ന് പറഞ്ഞ രോഗത്തിന് വരും. ബ്ലഡ് ഇങ്ങനെ പോവുക. എവിടെയെങ്കിലും തൊട്ടാൽ നരച്ചിട്ടു. എത്ര വർഷമായി ഇപ്പം മരിച്ചിട്ടിപ്പോൾ എനിക്ക് വൃത്തിയായിട്ട് ഇല്ല, എന്നാലും ഒരു 10-15 കൊല്ലമായിപ്പോയി. 5 വർഷം. മക്കളൊക്കെയോ? മക്കള് പിന്നെ ഒരുത്തി ഇങ്ങനെ ആത്മഹത്യയിട്ടില്ല, അത് എനിക്കറിയുന്നല്ലേ.
ആ എന്ന് പറഞ്ഞല്ലേ. പിന്നെ ഒരു മകള് മുരിങ്ങോടിയുണ്ട്. 2 മക്കളല്ലേ? ഇപ്പം 2 മക്കള്, അല്ലെ 3 ഉണ്ടായിരുന്നു. 3 അല്ല, ഒരാൾ പെണ്ണ്, ഒരു മോനും കൂടെ ഉണ്ട്. മോനുണ്ട്. മോൻ എവിടെയാ? മോൻ അമേരിക്കയിലാണ്. ആണല്ലേ? സോഫ്റ്റ്വെയർ ചേട്ടൻ. ആണല്ലേ? അവർക്കും ജിമ്മിനൊക്കെ വലിയ കാര്യമായിരുന്നല്ലേ? ഇപ്പം ചേട്ടൻ എന്താ ചെയ്യുന്നത് ശരിക്കും ഇവിടെ ജോലി പകലൊക്കെ? ഞാനിപ്പം ടാപ്പിങ്ങും മറ്റേ സ്പ്രിംഗ്ലറിൻ്റെ പണിയെടുക്കും. പിന്നെ മോട്ടർ ഡീസലിൻ്റെ മോട്ടറിൻ്റെ പണിയൊക്കെ പണ്ട് അങ്ങ് പൊട്ടിച്ച പറയോ, അങ്ങ് അവിടെ മുതൽ ഇങ്ങ് ഇരിക്കൂർ വരെ എല്ലാ സ്ഥലത്തും, പിന്നെ കുളമില്ല സ്ഥലത്തും, ആറളം ഭാഗത്തും ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പണിയായിരുന്നു, രാവും പകലും ഒക്കെ. ഇതൊക്കെ ചേട്ടൻ ഇന്ന് ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് റബ്ബർ ഷീറ്റുകളായിരിക്കും അതൊക്കെ? ഓ, റബ്ബറിൻ്റെ എല്ലാ പണിയും അറിയാം. ആണല്ലേ? പിന്നെ ലൈൻ അടിക്കാൻ അറിയാം, പിന്നെ ഈ ടാപ്പിങ് അറിയാം, അതിൻ്റെ കേടുകൾ അറിയാം. പിന്നെ ഒരു തോട്ടക്കാരൻ തന്നെ വേണമെങ്കിൽ 2-3 ചോദ്യം ചോദിച്ചാൽ അവനെ മുട്ടുകുത്തിക്കുക, അങ്ങനെയുള്ള പണിയൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒറ്റൊരു പണിയായിരുന്നു ഉള്ളൂ, കത്തി കാച്ചൽ, അതും പഠിച്ചു. ടെംപ്ലേറ്റ് വെക്കും, ഈ ചിരട്ടേൻ്റെ ചില്ല് താങ്ങിയില്ലേ റൗണ്ട്, അതുണ്ടാക്കും. ഇതുണ്ടോ ഇവിടെ നോക്കിയേ, ഇവിടെ മുഴ കൊണ്ട് ഉണ്ടോ, ഇതിങ്ങനെ പിടിച്ചിട്ട് കറക്കി. പിന്നെ ചേട്ടന് ഇനിയും ഒരു പട്ടിയെ കൂടെ വളർത്താൻ താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ വളർത്തില്ല. ഭയങ്കര സങ്കടം. 2 പ്രാവശ്യം എനിക്ക് വിഷമം വന്നു, നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലേ? അതുപോലെ തത്ത വളർത്തിയിട്ടങ്ങനെ എല്ലാം ഞാൻ വളർത്തി കഴിഞ്ഞാൽ എല്ലാം കൂടി ഇനി വളർത്തുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വളർത്തണം പട്ടീനെ. വെറുതെ വളർത്തിയിട്ട് അതിന് പറ്റൂല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വെച്ച് വെളിയിലോട്ട് വിടാൻ പാടില്ല, തെരുവുനായി ആക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പട്ടീനെ വളർത്തണമെങ്കിൽ പഞ്ചായത്തിന് അനുമതി കൊടുക്കണം. എന്നിട്ട് അവർ വന്ന് നോക്കി ഞാൻ പറഞ്ഞ സെറ്റപ്പെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വളർത്താൻ അനുവാദം കൊടുക്കാവൂ. അന്നേരം ഈ തെരുവുപട്ടി ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ടല്ലേ അങ്ങനെ ചെയ്യാത്തോണ്ടാണ് ഈ തെരുവുപട്ടി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ മോളെ വീട്ടിൻ്റെ അടുത്ത് ഒരു മുത്തപ്പ ക്ഷേത്രമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യും, കുറേ പട്ടീനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ടേക്കും. അവിടെ ഉപേക്ഷിക്കല്ല, ആള് ഈ മുത്തപ്പന് പട്ടീൻ്റെ ആളാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഇട്ടേക്കും, കൊണ്ടിടുന്ന പട്ടി. വളർത്തുവാണെങ്കിൽ വൃത്തിയായിട്ട് വളർത്തണം. ഞാൻ പറഞ്ഞ പോലെ വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ കേസ് കൊടുക്കണം, കേസ് ഉണ്ടാക്കണം. ചേട്ടനന്ന് മറ്റേ ഈ ഇതിനെ തൊടലിട്ടിരുന്നത് അത് അല്ലെങ്കിൽ വേറെ നായ്ക്കൾ വന്ന് കടി കൂടുന്നുള്ളതുകൊണ്ടല്ലേ അങ്ങനെ തൊടലിട്ടല്ലേ? അല്ലെങ്കിൽ അയച്ചു വിട്ടാലും പോകുന്നില്ല. കൂടുണ്ടായി കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. അയച്ചു വിട്ടാലും പോകുന്നില്ലല്ലോ. ഇല്ല, പോകുന്നില്ല, പോയിട്ട് വരും. ഒന്നുകൂടെ ചോദിക്കാം, ചേട്ടൻ ഒരു പട്ടീനെ വളർത്താൻ താല്പര്യമുണ്ടോ? അതാ പറഞ്ഞ് എനിക്ക് അതിൽ സെറ്റപ്പില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും വേണം, ഒരാളും കൂടി വേണം, അല്ലാണ്ട് ഒറ്റക്ക് പട്ടീനെ വളർത്താനാവില്ല. ഒരു മൃഗമായാലും ഇത്രയും പ്രായം കൂടെ ആയിരുന്നല്ലേ? പ്രായത്തിൻ്റെ എല്ലാ പ്രശ്നം, ഒരസുഖങ്ങളൊക്കെ വന്ന് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുന്നുണ്ടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ മനുഷ്യൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ വീഡിയോ വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് പട്ടിയെ ഇങ്ങനെ തൊടലിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമൊക്കെ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് കേട്ടോ. അതൊക്കെ അവൻ്റെ പണിയാണ് ഈ കാണുന്നത്. ഈ ചെളിയൊക്കെ ആക്കി വെച്ചേക്കുന്നു, ഭിത്തിയേക്കൂടെയുള്ള പാടുകളൊക്കെ അവൻ്റെ പരിപാടികളാണ് ഏതായാലും. പക്ഷേ ആളിപ്പോൾ എവിടെയല്ല, പക്ഷേ നമുക്കിവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അറിയാണ്ട് വന്നതാണ്. ചേട്ടൻ പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ പട്ടിയോടും ഭയങ്കര കാര്യമാണ്, ആ പട്ടിയുടെ സ്നേഹം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. എന്നടാ ഇങ്ങോട്ടോ നോക്കണ്ട, വാ ഇങ്ങോട്ട് വാ. എന്റെ പേരനാ ഇവിടെ വേടാ, പേരനാ റോക്കി, ഇവിടെ വേടാ. കുമാരനോട് വലിയ കാര്യം കേട്ടോ, കുമാരനോട് വലിയ ഭയങ്കര കാര്യം, വീശൊക്കെ കാണാം കേട്ടോ. പുള്ളി ആളെ മനസ്സിലാത്തോണ്ട് ഓക്കേ. ഇതല്ല കയറി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവൻ്റെ പരിപാടി. മതി ഒന്നും ചെയ്യണ്ട. അനുസരിക്കുന്നുണ്ടോ? ഇത് അയലോക്കത്തെ പട്ടിയാട്ടോ. കുട്ടിയുടെ സ്നേഹം നോക്കി അതങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ
ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പട്ടികളൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ഓരോ മനുഷ്യർക്കും മറ്റു മൃഗങ്ങളോടുള്ള സ്നേഹം അത് മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. കിടക്കട്ടെ, വേറാട്ടെ. മൃഗങ്ങൾ എന്നോടുള്ള സ്നേഹം ഇങ്ങനെയാണ്. അതെ അതെ അതെ. നേരത്തെ മുതൽ അറിയാവുന്നല്ലേ പട്ടിയെ? അല്ല, ഇപ്പം കൊടുന്നതാ. ആണോ? അവനിതല്ലേ, വേറെ ഒരാളെ അങ്ങനെ അടുപ്പിക്കൂല. ഓഹോ. ചേട്ടനോട് ഇത്രയും കാര്യമല്ലേ? എന്നോട് വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജിമ്മിയെ ഇതുപോലെ എടുക്കേണ്ട കേട്ടോ. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ റോക്കീനെ മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ചേട്ടൻ്റെ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ഞാൻ ചോദിച്ചു ചേട്ടന് വേറെ പട്ടിയെ വേണമെന്ന്. പക്ഷേ ചേട്ടൻ ഇനി വളർത്താൻ പറ്റിയല്ല, അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണെന്നുള്ളതാണ് ചേട്ടൻ മെയിനായിട്ട് പറഞ്ഞത്. ഇത് കുറച്ച് വലുതായിട്ട് വേണമെന്നാ ഇവനല്ലേ? കുഞ്ഞായിരിക്കണം പട്ടി. എന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ചേട്ടനോട് പെരുമാറുന്നുണ്ടല്ലേ? അതെല്ലാം അങ്ങനെ വീടില്ല. അതെന്താ അതിൻ്റെ ടെക്നിക്ക്? എന്താ അത്? എന്താ അതിൻ്റെ ടെക്നിക്ക്? ടെക്നിക്ക് എന്നത് ഇത് തന്നെ, ഒന്നുമില്ല. മൃഗത്തിന് അവർക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവും. നമ്മളെ ഉള്ളിൽ പോയി. ശരിക്കും മൃഗത്തിന് മാത്രമേ മനുഷ്യനെ മനസ്സിലാവൂ. മനുഷ്യന് ഈ ശരിക്കും ഇവരെ മാത്രമേ എപ്പോഴും വിശ്വസിക്കാം. മനുഷ്യനെ അത്ര വിശ്വസിക്കാനും പറ്റൂല. അതെ, അത് സത്യം. മനുഷ്യരെക്കാട്ട് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളുന്നൊരു ഒറ്റ മൃഗം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആന ആയിക്കോട്ടെ, ആനേനെ ചെറുപ്പം മുതലേ നടത്തുവാണെങ്കിൽ നമ്മളെ യമൻ ചെയ്താൽ ഒന്നും കൊല്ലൂല. ഒന്നും ചെയ്യില്ല നമ്മളെ. അതിൻ്റെ തള്ളയോടുള്ള പോലെ അവരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടില്ലേ? കാട്ടവന്നിൻ്റെ നീ എടുത്തിട്ട് കണ്ടിട്ടില്ല? അതെ 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 അതെ. അത് നിങ്ങൾ കണ്ടല്ലേ? എന്നാ സങ്കടം അല്ലേ അത്? അതെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു അത്രയും അവർക്ക് ആ സങ്കടം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഒരു അതാണ് വെറുതെ ഇല്ല ഇത് വിഷമം ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. ഏതായാലും നമ്മൾ കുമാരൻ്റെ അടുത്ത് വന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത്. വളരെ ദുഃഖകരമായ ഒരു ഭയങ്കര സങ്കടമായിപ്പോട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം ഞാനും അതിന് സാക്ഷിയായതാണ്. കാരണം നമ്മുടെ ചാനലിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ഇറങ്ങിയൊരു ഇതാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും എവിടെ പോയി വീഡിയോ ചെയ്താലും അവരുടെയൊക്കെ നമ്പർ ഞാൻ മേടിക്കാറുണ്ട്. അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അതിപ്പോൾ വന്യമൃഗ ശല്യമാണെങ്കിലും ഇതുപോലത്തെ ഉള്ള നല്ല നല്ല കാഴ്ചകളാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ ഒത്തിരി വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ മടുത്തിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മനം കുളിർപ്പിക്കാൻ വേണ്ടി ചില എപ്പിസോഡുകൾ ചെയ്യും. അതിൽ ഒരെണ്ണമായിരുന്നു ഈ ജിമ്മിയുടെ എപ്പിസോഡ്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആ ചിന്ത ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജീവികളാണ് ഈ നായ്ക്കൾ എന്ന് പറയുന്നത്. അവർ മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെ വേറെ ഒരു മൃഗവും സ്നേഹിക്കില്ല. പ്രത്യേകിച്ച് മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരെ എന്തങ്ങോട്ട് കൊടുക്കുന്നു അത് അങ്ങനെ തന്നെ ആ സ്നേഹം തിരിച്ച് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്ന ജീവികളാണ് മൃഗങ്ങളൊക്കെ. അത് ഏത് മൃഗമാണെങ്കിലും. പക്ഷേ അതിൽ നായ്ക്കൾ ഒരു പ്രത്യേകത ആണ് തന്നെ. അപ്പോൾ ഏതായാലും ഇവിടെ വന്നപ്പോൾ വലിയ സങ്കടം തന്നെയായിപ്പോയി. ആ ചേട്ടൻ്റെ സങ്കടമൊക്കെ നമ്മൾ കണ്ടാണ്, പറയുമ്പോൾ തന്നെ വിരുമ്പി പോകുന്നുണ്ട്. സർപ്രൈസായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇപ്പോൾ സർപ്രൈസ് ആയിപ്പോയത് എനിക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കഷ്ടകരമായ ഒരു കാര്യം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ ചാനലിൻ്റെയും കൂടെ ഒരു നഷ്ടമായിട്ട് ഞാനിതിനെ കണക്കാക്കും. അത്രമാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ.